ഇതൊരു മിക്കവാറും ഒരു വലിയൊരു പടക്കമായി മാറും ഈ സിനിമ. എന്റെ മോക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? കൊള്ളാം. നല്ല മൂവിയാ. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നല്ല പോലെ അർജുന അശോകൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിരിക്കാനുണ്ട്. നമുക്ക് അങ്ങനെ ബോറടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല പടമാണ്. സസ്പെൻസ് ആയിട്ടുള്ള ഒരു കഥയാണ്, ത്രില്ലറാണ്. ഹലോ സർ, പോസിറ്റീവ്. വെറുതെ ആണോ ഞാൻ ഈ ലഡു പഠിച്ച? പ്രേക്ഷകരെ പിടിച്ചെടുത്തത് മെയിനായിട്ട് അതിൻ്റെ മ്യൂസിക്കാണ്. കാരണം അത്യാവശ്യം നല്ല രഞ്ജിൻ രാജ് നല്ല BGM നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബോറില്ലാതെ പണം കാണാം. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ ചേട്ടൻ സൂപ്പറാ. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളെ ഇൻവെസ്റ്റിഗേഷനിലെല്ലാം നമ്മളെ പിടിച്ചിരുത്തുന്ന എലമെന്റ്സ് വേണം. അതൊന്നും ഈ സിനിമയിലില്ല. ഒരു സിനിമ മോശമോ ഇത്രയും പ്രശ്നമാവൂ? മോശമായിരുന്നെങ്കിൽ അവൻ പ്രൊഡ്യൂസറേയും ക്യാമറാമാനും തെറിയും പറഞ്ഞ് പയറ് പോലെ നടന്നേനെ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ച അതിന്റെ തിരക്കഥയിൽ പറ്റിപ്പോയത്. തിരക്കഥ വളരെ ദുർബലമായിട്ടുള്ള തിരക്കഥയായിരുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹരിയെ ഞാൻ കൊന്നിട്ടില്ല. ആ പടക്കം അതാണ് പറഞ്ഞ പടക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ പടക്കത്തിന് കാരണക്കാരനായ അയാൾ ഈ സിനിമയിലുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ പ്രസൻസ് ഈ സിനിമയിലുണ്ട്. ക്യാരക്ടർ ആയതാണ്. അതായിരിക്കാം ഈ സിനിമ പൊട്ടിപ്പോയതെന്ന് എനിക്ക് ചുമ്മാ ഞാൻ ഒരു തമാശയ്ക്ക് പറയുന്നത് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ലാശിയില്ലാത്ത ആളായുണ്ടായി പുള്ളി ഈ സിനിമയിലുണ്ട്. എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന സിനിമയിൽ ഉള്ളതുപോലെ പുള്ളി ഈ ആഴ്ചയിൽ ഈ സിനിമയിൽ ഇതൊരു മിക്കവാറും ഒരു വലിയൊരു പടക്കമായി മാറും ഈ സിനിമ.